ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. മടി കാരണമാണ് വീഡിയോസ് ഒന്നും അധികം ഇടാത്തത്. ഇപ്പോൾ പിന്നെ മടി മാറ്റി വെച്ച് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇനി മുമ്പോട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എനിക്കറിയത്തില്ല. എൻ്റെ ഓരോ സമയത്ത് മൂടൊക്കെ പോലെ ഇരിക്കും വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 5 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ആവാൻ പോകുന്നു. പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 5 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഇത് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക്, ഞാനിപ്പോൾ എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യൂട്യൂബിലാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആയാലും പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസിൽ നിന്നൊക്കെ ആയാലും എനിക്ക് കുറേ ഇൻഫർമേഷനും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു 5 മന്ത് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടു. നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏർലി സിംറ്റംസ് എന്തൊക്കെയാണെന്നായിരിക്കും. എനിക്കും ഓഫ് കോഴ്സ് ആദ്യം ഉണ്ടായിരുന്ന ഡൗട്ട് ഏർലി സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞ ഒരു ടൈമിൽ തന്നെ ഞാനിങ്ങനെ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഏർലി സിംറ്റംസ് കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ ആവുമല്ലോ. അപ്പോൾ അതിന് ശേഷം ടെസ്റ്റ് ചെയ്യാന്നുള്ളതിൽ ഞാൻ കുറേ ഇങ്ങനെ തപ്പിയ സമയത്ത് വോമിറ്റിങ്, മോർണിംഗ് സിക്നെസ്, ന്യൂസിയ, ഭയങ്കര ക്ഷീണം, തലവേദന, ഇതൊക്കെയാണ് ഞാൻ കോമൺ ആയിട്ട് കണ്ട. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും കോമൺ ആയിട്ട് പറയുന്ന സിംറ്റംസ്, ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൽ തലവേദന വന്നിട്ടുണ്ടായിരുന്നു. ഒരു പീരീഡ്സ് മിസ്സാവുന്നതിന് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് എനിക്ക് തലവേദന, പിന്നെ ചെറിയ രീതിയിലുള്ള വയറിൻ്റെ സൈഡിൽ കൊളുത്തി പിടിക്കുന്ന പോലത്തെ വേദന, അങ്ങനെ പിന്നെ ചെറിയ നടുവേദന, അങ്ങനെ 2-3 സിംറ്റംസ് ആണ് എനിക്ക് ഏർലി സിംറ്റംസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോമൺ ആയിട്ട് അങ്ങനെ പറയുന്ന സിംറ്റംസ് ഒന്നും അധികം എനിക്ക് വൊമിറ്റിങ്ങോ മോർണിംഗ് സിക്നെസ്സോ അങ്ങനെയുള്ള, പിന്നെ ക്ഷീണം, ചെറിയ രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴും കിടക്കാൻ തോന്നുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏർലി സിംറ്റംസ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം അതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു പകൽ സമയങ്ങളിലൊക്കെ. അത് കഴിഞ്ഞിട്ടൊരു പീരീഡ്സ് മിസ്സായിട്ട് ഒരു 2 ഡേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പീരീഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ എനിക്ക് ഡബിൾ ലൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സിംഗിൾ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പോസിറ്റീവ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പീരീഡ്സ് വീണ്ടും എനിക്കിങ്ങനെ പീരീഡ്സ് അധികം ഡിലേ ആവാറുള്ളതല്ല, എല്ലാ മാസവും റെഗുലറായിട്ട് തന്നെ പീരീഡ്സ് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പീരീഡ്സ് 2 ദിവസം മിസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 2ാമത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഡബിൾ ലൈൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് 3 മന്ത്സ് ആണ് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രഗ്നൻസിയിലെ മാസങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ 1, 2, 3 മാസങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതലും സിക്നെസ്സും വോമിറ്റിങ്ങും തലകറക്കവും അങ്ങനെയൊക്കെ വരുന്നത് ഈ 3 മാസങ്ങളിലാണെങ്കിലും എനിക്ക് പറഞ്ഞതൊന്നും ഇല്ലായിരുന്നു. വളരെ കൂളായിട്ട് കാമായിട്ട് എൻ്റെ 3 മാസം കടന്നുപോയി. നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു 3 മാസം മുമ്പ് തൊട്ട് തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുന്നത് നമ്മുടെ പ്രഗ്നൻസി കുറച്ചും കൂടെ ഹെൽത്തി ആക്കാനും നമ്മുടെ ബേബിയുടെ ഗ്രോത്ത് ഒക്കെ കുറച്ചും കൂടെ ഈസിയർ ആക്കാനും ഹെൽത്തി ആക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കും അറിയില്ലായിരുന്നു. ഞാനും പ്രഗ്നൻ്റ് ആയതിനു ശേഷം 1 മന്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഫോളിക് ആസിഡ് അന്ന് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു 3 മാസം മുമ്പ് തൊട്ട് തന്നെ ഫോളിക് ആസിഡ് ഗുളിക കഴിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും.
പിന്നെ എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ സാധാരണ 3 മാസങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര വയ്യായ്കയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്കതില്ലാത്തതുകൊണ്ട് തന്നെ നോർമലായിട്ട് നമുക്കൊരു ചിന്ത വരാം, ഇനി അത് അങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രഗ്നൻസിയിൽ, അല്ലെങ്കിൽ ബേബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തരുടെ ബോഡി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സിംറ്റംസ് ഒക്കെ വ്യത്യാസം വരാം. ചിലർക്ക് സിംറ്റംസ്, എനിക്ക് ചെറിയ രീതിയിൽ പിന്നെ തലവേദനയും നടുവേദന അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാത്ത ഒരു സിംറ്റംസും കാണിക്കാത്ത ഒരുപാട് പ്രഗ്നൻസീസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി റിലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ടെൻഷനൊന്നും അടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡൗട്ട് മാറി. അങ്ങനെ സിംറ്റംസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടെന്ന് പറയുന്നത്, എനിക്ക് 3 months വരെ നോർമൽ എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബെല്ലി ഉണ്ടായിട്ടുള്ളായിരുന്നു. അതുവരെ എനിക്ക് കൂടുതൽ ബെല്ലി ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ഡൗട്ട് വന്നത്, എന്താ ഇപ്പം 3 മാസമായിട്ട് എന്താ ബേബിക്ക് ഗ്രോത്ത് ഇല്ലേ, അതുകൊണ്ടാണ് വയറ് വെക്കാത്തതെന്ന്, അങ്ങനെ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ബേബി ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ വയറ് വെക്കാത്തതിൻ്റെ പേരിലും ബേബി ഹെൽത്തി ആണോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഓരോരുത്തരുടെ ബോഡി റിലേറ്റ് ചെയ്തിരിക്കും. എനിക്കിപ്പം 3 മാസത്തിന് ശേഷമാണ് എനിക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങിയത്. ഇപ്പം അത്യാവശ്യം ഇപ്പോൾ 5 months ആകാൻ പോകുന്നു, അതിനുള്ള ആവശ്യത്തിനുള്ള വയറൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് വരുന്ന ഒരു വലിയ ഡൗട്ടാണ്, വയറില്ലാത്തത് കൊണ്ട് ഇനി ബേബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതും ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ വയറിൻ്റെ വലുപ്പമൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബേബി ഓക്കെ ആണോ എന്ന് ഡോക്ടർ പറഞ്ഞു തരും. എനിക്കിപ്പോൾ ND സ്കാനും ഡബിൾ മാർക്കറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ വളരെ നോർമലാണ്. ഇനി ND സ്കാനും ഡബിൾ മാർക്കർ എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനത് എനിക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് അതെന്താണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് ഡൗട്ടുള്ള ഒത്തിരി പേര് കാണും, എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കാണും. നമ്മൾ ഇതിലോട്ട് ഇറങ്ങുമ്പോഴല്ലേ, നമുക്ക് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പം അതിനു മുമ്പ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ഡോക്ടർ ആ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് ND സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അതിനകത്ത് രണ്ടും റിപ്പോർട്ട് നോർമലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എനിക്ക് അനോമലി സ്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്കാനാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേബിയുടെ ബോഡി ഹെൽത്ത്, അതായത് അനാട്ടമിക്കലി നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ വളർച്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് അനോമലി ടെസ്റ്റ്. നമ്മൾ 20 weeks സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 5 months സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ. അപ്പോൾ ആ സമയത്താണ് ഏകദേശം നമ്മുടെ ബേബിയുടെ ബോഡി ഗ്രോത്ത് ഒരു നോർമൽ പൊസിഷനിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു സ്കാനാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ആ സ്കാനാണ് ഉള്ളത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മുടെ ബേബി കംപ്ലീറ്റ് ഹെൽത്തി ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 5 month എക്സ്പീരിയൻസ് പറഞ്ഞതിനകത്ത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഓർമ്മ വരുന്നതനുസരിച്ച് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് എനിക്ക് ചെയ്യണം ആഗ്രഹമുണ്ട്, ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല, ഓരോ മൂഡിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അങ്ങോട്ട് പ്രഗ്നൻസി കണ്ടന്റ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.